അഡ്വക്കേറ്റ് അനിൽ ബോസ് മറുപടി പറയുക. അങ്ങോട്ട് നേരിട്ടുള്ള ചോദ്യമായതുകൊണ്ട് വടക്ക് വെള്ളാപ്പള്ളിക്കെതിരെ ആഞ്ഞടിക്കും, തെക്കോട്ടേക്ക് നിങ്ങൾ മിണ്ടില്ല, അതിനുള്ള ധൈര്യമില്ല എന്നാണ് പറയുന്നത്. മറുപടിയുണ്ടോ? ഒന്ന്, വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി കോൺഗ്രസിനോ കോൺഗ്രസിന്റെ നേതാക്കൾക്കെതിരെയോ നിലപാടെടുത്തിട്ടുള്ള സന്ദർഭത്തിൽ ഞങ്ങളുടെ ഓരോ നേതാക്കളും ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. ശ്രീ VM സുധീരനാകട്ടെ, മുല്ലപ്പള്ളി രാമചന്ദ്രനാകട്ടെ, ശ്രീ K സുധാകരനാകട്ടെ, ശ്രീ BD സതീശനാവട്ടെ, രമേശ് ചെന്നിത്തല അടക്കം മുഴുവൻ നേതാക്കന്മാരും പ്രതികരിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ടോ എന്നതാണ് ലാൽകുമാറിന്റെ ചോദ്യം. ഇപ്പോൾ ഞങ്ങൾ പ്രതികരിക്കില്ല. പല സന്ദർഭങ്ങളിൽ ഞങ്ങൾ മൗനം പാലിക്കും. കാര്യം എന്താ? അദ്ദേഹത്തെ പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് CPM ആണ്. CPM-ന് പറയാനുള്ളത് വെള്ളാപ്പള്ളി നടേശന്റെ വായിലൂടെ വരുമ്പോൾ ഒന്നാം നമ്പറിൽ എന്ന് കയറിയോ, ഒന്നാം നമ്പർ കാറിൽ എന്ന് കയറിയോ, അയ്യപ്പ സംഘവുമായി എന്ന് പമ്പയിൽ ചെന്നോ, അന്ന് മുതൽ ഇങ്ങോട്ട് നടത്തുന്ന മുഴുവൻ കാര്യങ്ങളും വെള്ളാപ്പള്ളി നടേശനാണ് പറയുന്നതെങ്കിലും അദ്ദേഹത്തെ കൊണ്ട് പറയിക്കുന്നത് CPM ആണ് എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് അവരിത് തുടരണം. CPM ഈ നയം തുടരണം. വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് മാത്രമല്ല, അങ്ങനെയുള്ള ആളുകൾ ആരൊക്കെ ഇവർക്ക് കിട്ടുമോ അവരെ കൊണ്ട് മുഴുവൻ ഇതിവർ ചെയ്യിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് എവിടെങ്കിലും ഞങ്ങൾ ഉണ്ട് എങ്കിൽ മിണ്ടാതിരിക്കുന്നത്. ഒന്ന്. ഇനി ഇവിടെ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ മതസൗഹാർദ്ദത്തെക്കുറിച്ച്, ലീഗിന്റെ വീട്ടിൽ പോയി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ശ്രീ ലാൽകുമാർ എന്റെ സ്നേഹിതനാണ്. അദ്ദേഹം അറിയുന്നില്ലെങ്കിൽ അറിയാൻ ഞാൻ പറയുകയാണ്. കോട്ടക്കൽ ചുറ്റികാരുവാൾ നക്ഷത്രത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിക്ക്, UDF-നെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് ഒരു വോട്ടാണ് ചുറ്റികാരുവാൾ നക്ഷത്രത്തിൽ. അത് ആ സ്ഥാനാർത്ഥിയല്ല ചെയ്തത്, മറ്റൊരു പാർട്ടി പ്രവർത്തകനാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒന്ന്. രണ്ട്, കുന്തിപ്പുഴയിൽ മത്സരിച്ച CPM-ന്റെ സ്ഥാനാർത്ഥിക്ക് ഓരോ വോട്ട്, മത്സരിച്ച സ്ഥാനാർത്ഥി വോട്ട് ചെയ്തില്ല. അവിടുത്തെ LC മെമ്പർ കനീഫ താനാണ് വോട്ട് ചെയ്തത്, ആ ഒരു വോട്ട് എന്ന് പറയുന്നു. അവിടെ ജയിച്ചത് ലീഗാണ്. എന്തുകൊണ്ട് വളരെ കൃത്യമായ വാദം. എന്തുകൊണ്ട് CPM-ന്റെ ചുറ്റികാരുവാൾ നക്ഷത്രത്തിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിക്ക് കുന്തിപ്പുഴ വാർഡിൽ ഓരോ വോട്ട് മാത്രമായി പോയി? അവിടെ ജയിച്ചത് ലീഗിന്റെ അബ്ദു ആണ്. 312 വോട്ട് കിട്ടി. 312 വോട്ട് നേടി ജയിച്ചത് മുസ്ലിം ലീഗിലെ UDF-ന്റെ സ്ഥാനാർത്ഥിയാണ്. അവിടെ എന്തുകൊണ്ട് CPM-ന് ഓരോ വോട്ട് കിട്ടി? ബാക്കി വോട്ട് നിങ്ങൾ ആർക്ക് ചെയ്തു? നിങ്ങൾ ഈ ജമാഅത്തെ ഇസ്ലാമിക്കും വെൽഫെയർ പാർട്ടിക്കും ഒക്കെ ചെയ്തവരാന്നേ. നിങ്ങൾ കോട്ടക്കലും ജമാഅത്തെ ഇസ്ലാമിക്കും വെൽഫെയർ പാർട്ടിക്ക് വോട്ട് ചെയ്തവരാ. എന്നിട്ട് ഇവിടെ വന്ന് പറയാണ് ലീഗാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത്. അതിനൊക്കെ അവർക്ക് വേറെ സംഘടനാ സംവിധാനം ഉണ്ടെന്ന്. ഞാൻ പറയട്ടെ, നിങ്ങൾ എനിക്ക് വഴങ്ങിയില്ലല്ലോ. വഴങ്ങിയില്ലായിരുന്നല്ലോ. നിങ്ങൾ എന്തിനാ അസ്വസ്ഥമാകുന്നത്? ഇപ്പൊ ഞാൻ കാര്യം പറഞ്ഞപ്പോ വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കാണുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ലാൽകുമാർ ന്യായീകരിക്കുന്ന പാർട്ടിയെ ഞങ്ങൾ കാണുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇവിടെ ഞങ്ങൾക്ക് പിണറായി വിജയനെ പരാജയപ്പെടുത്തണം, CPM-നെ പരാജയപ്പെടുത്തണം എന്ന ഒറ്റ അജണ്ട ഞങ്ങൾ എടുത്താൽ മതി. ഞങ്ങൾ BJP-യെ കൂടിയാണ് പരാജയപ്പെടുത്തുന്നത്. നിങ്ങളുടെ കൂട്ടുകെട്ടിനെയാണ്. PM ശ്രീ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ കൂട്ടുകെട്ടുകളെയുമാണ്. കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന കേസുകളിൽ നിങ്ങൾ ഒത്തുതീർപ്പുണ്ടാക്കുന്ന മുഴുവൻ കാര്യങ്ങളെയുമാണ് ഞങ്ങൾ ചലഞ്ച് ചെയ്യുന്നത്. ഞങ്ങൾ പിണറായി വിജയനെ എതിർത്താൽ, CPM-നെ എതിർത്താൽ അത് മതി. ഞങ്ങൾക്ക് BJP എതിർക്കുന്നതിന് തുല്യമാണ്. കാരണം നിങ്ങൾ രണ്ടും ഒന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ അതിന് ഉത്തരവില്ല. വെൽഫെയർ പാർട്ടിയായിട്ട് കൂട്ടുകെട്ടുണ്ടാക്കിയതിനോ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ എവിടെ വെച്ച് നിശ്ചയിച്ചു എന്ന് കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. പാണക്കാട് വെച്ച്. പാണക്കാട് വെച്ച് നിശ്ചയിച്ചു എന്ന് പറഞ്ഞ ഗുരുതരമായ ആരോപണം ശുദ്ധ അസംബന്ധമാണ് പറഞ്ഞത്. ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ശുദ്ധ അസംബന്ധമാണ് പറഞ്ഞത്. അതാണ് ഞാൻ ചോദിച്ചത്. യുഡിഎഫിന്റെ ലീഗിന്റെ സ്ഥാനാർത്ഥിയും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും UDF സ്ഥാനാർത്ഥികൾ വിജയിക്കുന്ന സ്ഥലത്ത് ചുറ്റികാരുവാൾ നക്ഷത്രത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾക്ക് എന്തുകൊണ്ട് ഓരോ വോട്ടായി പോയി? ആ സ്ഥാനാർത്ഥിയുടെയോ നിർദ്ദേശിയാളുടെയോ പിന്തുണച്ചയാളുടെ വോട്ട് പോലും കിട്ടിയില്ല. അതാണ് ചോദ്യം. നിങ്ങൾ ഉണ്ടാക്കിയതാണ് വർഗീയ ശക്തികളുമായിട്ടുള്ള ധാരണ. മറുപടി പറയുന്നതിന് മുമ്പ് ലാൽ ഇതൂടെ അല്ലല്ല ഒരു സെക്കൻഡ് പെട്ടെന്ന് മറുപടി ഇതൂടെ കേട്ടോ. ഇത് കേട്ടോ ലാൽകുമാറിനുള്ള മറുപടി കേട്ടോ. രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കാൻ ഞങ്ങളില്ല. ഇത് ഞങ്ങളുടെ തുറന്ന സമീപനം. അവസാനം അഡീഷണൽ ആർഗ്യുമെന്റ്സ് പറഞ്ഞാൽ ഒക്കത്തില്ല. പ്രബല വിഭാഗമാണ് AP സുന്നി വിഭാഗം. അവരെ ഇത് കേക്ക് പിണറായി വിജയൻ പറയുന്നുണ്ട്. കേക്ക് ഇതൊക്കെ കേട്ട് മടുത്തതാ. കാര്യം പറയാനുണ്ട്. ഈ ഘട്ടത്തിലും ഈ തെരഞ്ഞെടുപ്പിൽ സഹായിക്കുന്ന നിലപാട് തന്നെയാണ്.
കേട്ടുമടുത്ത മുഖ്യമന്ത്രി അഡ്മിറ്റ് ചെയ്യാണ് RSSുമായിട്ട് ഞങ്ങൾ ശരി. ഒത്തുതീർപ്പുണ്ടാക്കിയെന്ന്, ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ഞാൻ പറയട്ടെ. ഒത്തുതീർപ്പുണ്ടാക്കിയെന്ന് അല്ലല്ല ചീഫ് മിനിസ്റ്റർ പറയാണ്. പറഞ്ഞ കേക്ക്. വേണ്ടെന്ന് വെച്ചിട്ടില്ല ചില സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്. അത് ഒരു അഭിമുഖത്തിൽ പറഞ്ഞാണ്. ലാൽകുമാർ ഇതിനെങ്ങനെയാണ് അല്ല, കണ്ടിക്കുന്നത്? ഇപ്പൊ പറഞ്ഞതിനെ സ്മൃതി, സ്മൃതി, ഞാൻ പറയട്ടെ. RSSന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ജമാഅത്തെ സ്മൃതി, ഇസ്ലാമി. സ്മൃതി, സ്മൃതി പറയൂ. പറയട്ടെ സ്മൃതി, ഇങ്ങനെ പറഞ്ഞു നോക്കുന്നില്ലോ. എനിക്ക് പറയാനുള്ള മറുപടി വേണം. വേഗം പറയുന്നേ. അനുഭവം ഉണ്ടായിരിക്കും പറയും. ലീഗ് പാണക്കാട് വെച്ച് സ്ഥാനാർത്ഥിയെ നിർത്തിക്കുന്ന പോലാണോ വോട്ട് ചെയ്യുന്നത്? പാണക്കാട്ട് വെച്ച് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന പോലെയാണോ ഒരാളുടെ വോട്ട്? സ്മൃതി നാളെ ജമാഅത്തെ ഇസ്ലാമിക്ക് വോട്ട് ചെയ്യുന്നു, CPM കോൺഗ്രസ് വോട്ട് ചെയ്യുന്നു. അതുപോലെയാണോ ശരി ശരി നമുക്ക് ചർച്ച തുടരുമെന്നാക്കി അവസാനിപ്പിക്കാൻ സമയം കഴിഞ്ഞതുകൊണ്ടാണ്. മറുപടി പറയണ്ടേ? ഇല്ല, എനിക്ക് മറുപടി പറയണ്ടേ? പറഞ്ഞല്ലോ, അങ്ങ് പറഞ്ഞല്ലോ, ഇനി സമയമില്ല. Debate with Smriti Parithikar.